അസൂയക്കാർ കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് ചെക്ക് ചെയ്താലോ. നമുക്കൊരു ലൈഫിലൊരു സക്സസ് ഉണ്ടായാൽ പലരും പുറമേ ഭയങ്കര ഒരു സന്തോഷം കാണിക്കും. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ അത്രക്ക് അങ്ങോട്ട് സന്തോഷമായിരിക്കില്ല. അവർക്ക് ഉള്ളിൽ ഒരു തരത്തിലുള്ള ഒരു കുശുമ്പ് അല്ലെങ്കിൽ ഒരു അസൂയ ഉണ്ടാവും. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ അവരുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നോ, നിങ്ങൾ അത്തരത്തിലുള്ള ആൾക്കാർ നിങ്ങളുടെ കൂടെയുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ അത്തരത്തിലുള്ള ആളുകൾ ആണോ എന്ന് ഈ വീഡിയോൻ്റെ എൻഡിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എന്തൊക്കെയാണ് അവരുടെ ലക്ഷണങ്ങൾ? ഒന്നാമത്തെ ലക്ഷണം എന്ന് വെച്ചാൽ നിങ്ങളുടെ സക്സസ് അവരെ നിശബ്ദരാക്കും. യുവർ സക്സസ് മേക്സ് ദം സൈലൻറ്റ്. നിങ്ങളുടെ ഒരു സക്സസ് കേട്ടാൽ അവർക്ക് ഭയങ്കര ഒരു തണുപ്പം മട്ടിലുള്ള ഒരു റെസ്പോൺസ് ആയിരിക്കും. പിന്നെ അവർ ഭയങ്കരമായിട്ടൊരു എക്സൈറ്റ്മെൻറ്റ് ഒരിക്കലും കാണിക്കില്ല. അവർക്കൊരു ഓക്കെ ഓക്കെ എന്നുള്ളൊരു ഫീൽ ആയിരിക്കും. സെക്കൻഡ് വൺ, രണ്ടാമത്തെ എന്താണെന്ന് വെച്ചാൽ ദേ ഡോൺ പ്ലേ യുവർ അച്ചീവ്മെൻറ്റ്. അവരിങ്ങനെ പറയും, അതൊക്കെ ഈസിയാണ്, പിന്നെ നിനക്ക് ഭാഗ്യം കൊണ്ട് ലഭിച്ചതാണ്, അല്ലെങ്കിൽ അതൊരു അത്ര വലിയൊരു ഡീലല്ല എന്നൊക്കെ പറയും. പിന്നെ അവരുടെ മുഖത്ത് അത് കേട്ടാൽ ഒരു ഫേക്ക് ഹാപ്പിനെസ് അല്ലെങ്കിൽ ഒരു ഫോഴ്സ്ഡ് സ്മൈലായിരിക്കും. മുഖത്ത് സ്മൈൽ ഉണ്ടാകും, പക്ഷെ അതൊരു റിയൽ അല്ല. നമുക്ക് ആ ഒരു എനർജി ഫീൽ ചെയ്യില്ല. അങ്ങനത്തെ ഒരു സ്മൈലായിരിക്കും. പിന്നെ അവർ പെട്ടെന്ന് വിഷയം മാറ്റും. ദി ചേഞ്ച് ടോപ്പിക് ക്വിക്ക്ലി. നിങ്ങളുടെ സക്സസ് പറഞ്ഞാൽ അവരുടനെ വിഷയം മാറ്റും. എന്നിട്ട് പിന്നെ ആ ഒരു അറ്റൻഷൻ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കും. പിന്നെ അവർ ഇങ്ങനെ പറയും, നീ ഇത്ര നല്ലത് എക്സ്പെക്റ്റ് ചെയ്തില്ല അല്ലേ, ഫൈനലി നീ വിജയിച്ചല്ലേ. അതുപോലുള്ള ഡയലോഗ്സ് ആയിരിക്കും അവർ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കല്. അടുത്തത്, ദേ കോമ്പീറ്റ് വിത്ത് യുവർ സ്റ്റോറി. നിങ്ങളുടെ അച്ചീവ്മെൻറ്റ്സ് പറഞ്ഞാൽ അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ അവർ ഉടനടി അവരുടെ സ്വന്തം സ്റ്റോറി പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങളുടെ അച്ചീവ്മെൻറ്റ് കേൾക്കാൻ അവർക്ക് സമയം ഉണ്ടാവില്ല. അവരുടെ സ്വന്തം സ്റ്റോറി പറഞ്ഞുകൊണ്ടേയിരിക്കും. പിന്നെ അവർ സീക്രറ്റ്ലി നിങ്ങളുടെ ലൈഫ് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയെന്ന് വെച്ചാൽ അവർ സൈലൻ്റായിട്ട് നമ്മുടെ ലൈഫ് ഒബ്സർവ് ചെയ്യും. നമ്മുടെ സോഷ്യൽ മീഡിയ എല്ലാം അവർ സൈലൻ്റായിട്ട് ജസ്റ്റ് നോക്കും. അതിലൊരു കമൻറ്റോ ലൈക്കോ ഒന്നും ചെയ്യില്ല, പക്ഷെ അവർ സൈലൻ്റായിട്ട് നോക്കിക്കൊണ്ടേയിരിക്കും. പിന്നെ ദേ ഡോണ്ട് സെലിബ്രേറ്റ് യുവർ വിൻസ്. നിങ്ങളുടെ റിയൽ ഫ്രണ്ട്സ് ആണെങ്കിൽ നിങ്ങളുടെ ആ ഒരു സക്സസ് അവർ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യും. അവർ നമ്മളെ കൺഗ്രാജുലേറ്റ് ചെയ്യും. പക്ഷേ ജലസ് പീപ്പിൾ ആണെങ്കിൽ അവർ കുറച്ച് ഡിസ്റ്റൻസ് നിങ്ങളെടുത്ത് നിന്ന് ഉറപ്പായിട്ടും കുറച്ച് ഡിസ്റ്റൻസ് കാണിക്കും. പിന്നെ അവരെപ്പോഴും നിങ്ങളുടെ മിസ്റ്റേക്സ് ഹൈലൈറ്റ് ചെയ്യും. ചെറിയ മിസ്റ്റേക്സിനെ പോലും അവർ ഭയങ്കര വലുതായി കാണിക്കാൻ തുടങ്ങും. അവർ പോസിറ്റിവിറ്റീനെ ഇഗ്നോർ ചെയ്യും. നിങ്ങളുടെ മിസ്റ്റേക്സിനെ അവർ ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്യും. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, നിങ്ങളുടെ സക്സസ്സിൽ ആരെല്ലാമാണ് നിങ്ങളുടെ കൂടെ നിൽക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളൊന്ന് നല്ലൊരു വാക്കുകൾ പറഞ്ഞ് ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യുന്നത്, അതോ അത് കണ്ടില്ല എന്ന് നടിക്കുന്ന ആൾക്കാരുണ്ടാവില്ലേ, അവരുടെ ഉള്ളിൽ ഈ ഒരു ഫീലിംഗ് ഉണ്ട്. പിന്നെ യുവർ ഗ്രോത്ത് മേക്സ് ദം അൺകംഫർട്ടബിൾ. നിങ്ങൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ സക്സസ്സിലോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ അടുത്ത് നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യും. പിന്നെ അവരെല്ലാത്തിനും നിങ്ങളെ കമ്പയർ ചെയ്യും. ഒരു കമ്പാരിസൺ എന്നുള്ള ഒരു ബിഹേവിയർ ഓട്ടോമാറ്റിക്കലി വരും. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായ ആൾക്കാർക്കെല്ലാം നിങ്ങളടുത്ത് എത്രമാത്രം ആൾക്കാർക്ക്. അപ്പോൾ ഒരു ജലസി എന്ന് വെച്ചാൽ പലപ്പോഴും ഒരു ഹെയ്റ്റ്, ഒരു വെറുപ്പാവണമെന്നില്ല, അതൊരു തരത്തിലുള്ള ഒരു ഇൻസെക്യൂരിറ്റിയാണ്. ഇപ്പം നമുക്ക് സ്വയം നമുക്ക് സന്തോഷമില്ലാത്തൊരു മനസ്സാണെങ്കിൽ മറ്റുള്ളവരുടെ ഹാപ്പിനെസ് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് തന്നെ ഓൾറെഡി സന്തോഷമില്ലെങ്കിൽ മറ്റുള്ളവരെ നമുക്ക് അത്ര ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതെങ്ങനെ ഡീൽ ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ പ്ലാൻസ് ഒന്നും നമ്മൾ മറ്റുള്ളവരായിട്ട് ഓവർ ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ എനർജി പ്രൊട്ടക്റ്റ് ചെയ്യണം. പിന്നെ എപ്പോഴും നമ്മൾ ഭയങ്കര ഹമ്പിളായിട്ട് ജീവിക്കണം. നമ്മൾ ആരോടും പറയണമെന്നില്ല. നമ്മൾ സൈലൻ്റ്ലി കീപ് ഗ്രോയിങ് സൈലൻ്റ്ലി നമ്മൾ പതുക്കെ നമ്മുടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ മറ്റുള്ളവരെങ്ങനെ ഡീൽ ചെയ്യുന്നു അതൊന്നും നമുക്കൊരു വിഷയമേ അല്ല. ഓർമ്മിക്കുക, എല്ലാവരും നമുക്ക് വേണ്ടിയിട്ട് കൈയടിക്കുന്നുണ്ടെങ്കിലും, ഒരുപാട് പേർക്ക് നമുക്ക് കൈയടിക്കുന്നുണ്ടെങ്കിലും, പക്ഷെ ആത്മാർത്ഥമായിട്ട് കുറച്ച് പേര് മാത്രമേ നമ്മുടെ ആ ഒരു വിജയത്തിൽ ഒരു യഥാർത്ഥ ഒരു സന്തോഷം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. ഈ ലക്ഷണങ്ങളിൽ ഏതെങ്കിലും നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം. നിങ്ങളോട് ഇങ്ങനെ ആരെങ്കിലും ബിഹേവ് ചെയ്യാറുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം. ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊരു അവെയർനെസ് ആയി ഷെയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു സോ മച്ച്.